തൻ്റെ ദൈവത്തിനോട് ഒരു കാര്യത്തിനൊന്ന് ക്ഷമിക്കാൻ പറയണം. എന്താ? ഒന്നുമില്ല, ഇതിന്. പിടിച്ച പിടികളെ ഞാനങ്ങ് കൊണ്ടുപോകും. കൃഷ്ണ സുഖമായിട്ട് കളരിക്കല് ജീവിക്കുകയും ചെയ്യും. അത് മതിയോ? എനിക്ക് നിന്നോട് മനസ്സിൽ ഇഷ്ടമുണ്ടായിട്ട് ചെയ്യുന്നതൊന്നുമല്ല. നിന്നെ ദ്രോഹിക്കരുതെന്ന് കൃഷ്ണ എന്നോട് പറഞ്ഞതുകൊണ്ടാ. കിടന്നുറങ്ങാൻ നോക്ക്. ഗാഥ, ഇരിക്കടോ. ഇപ്പോഴും പേടിയാണോ? ഇപ്പം എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഗാഥയെ എനിക്ക് പേടിയില്ല. കാരണം എന്താണെന്നറിയോ? ഈ നിൽക്കുന്ന ഗാഥയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഈ സ്വഭാവമുള്ള തന്നെ ചേർത്ത് പിടിച്ച ഞാൻ സ്വപ്നം കണ്ടിരുന്നത്. ഉറപ്പാണ് ഗാഥ, ഇപ്പം എൻ്റെ മുന്നിൽ നിൽക്കുന്ന താൻ വേറൊരാൾ തന്നെ. എന്തുപറ്റി? നവീൻ ക്ഷമിക്കണം. നാളെ വെളുപ്പിന് കണി കണ്ടു കഴിഞ്ഞാൽ മാത്രമേ വ്രതം തീരൂന്നാ മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത്. ഹേയ്, അത് ചുമ്മാ. വ്രതത്തിന്റെ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. അങ്ങനെയാണെങ്കിൽ അമ്മ ഇവിടെ തന്നെ കൊണ്ടാക്കത്തില്ലല്ലോ. അയ്യോ, ഞാൻ കള്ളം പറഞ്ഞതല്ല. പൂജാരി പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങനെയാ പറഞ്ഞേ. ഒരുപാട് കടമ്പകൾ കടന്നാ നമ്മള് ഇവിടം വരെ എത്തിയത്. ഇന്നെനിക്ക് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. നാളെ രാവിലെ കണി കണ്ടു തീരുന്നത് വരെ ഈ വ്രതം മുന്നോട്ട് പോകണമെങ്കിൽ അത് നമ്മൾ ചെയ്യണം. കാരണം ഇത് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയാ. വ്രതത്തിനൊരു ഭംഗം വരുന്നത് എനിക്ക് ആലോചിക്കാനേ വയ്യ. എനിക്ക് നവീൻ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇപ്പൊ എന്നെ പോകാൻ അനുവദിക്കണം. നാളെ കണി കണ്ടുണരുന്നത് വരെ അത്രമാത്രം. ഓക്കെ, ഇനി വ്രതഭംഗം വരുന്ന കാര്യം പറഞ്ഞ് താൻ ടെൻഷനാവണ്ട. ഇത്രയും കാലം ക്ഷമിച്ചതല്ലേ. ഈ ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റിവെക്കാം, അല്ലേ? അതെ നവീൻ, വ്രതത്തിന് എന്തെങ്കിലും ഭംഗം സംഭവിച്ചു പോയാ അത് നവീനെയാണ് ബാധിക്കുക. അതെനിക്ക് താങ്ങാനാവില്ല. അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് ഞാൻ നവീനെ. ശരി, എങ്കിൽ താൻ പോയി കിടന്നോ. സങ്കടായോ? സാരമില്ല, നാളെ മുതൽ നമ്മുടേതായിട്ടുള്ള ദിവസങ്ങളല്ലേ. പിന്നെ തൻ്റെ ദൈവത്തിനോട് ഒരു കാര്യത്തിനൊന്ന് ക്ഷമിക്കാൻ പറയണം. എന്താ? ഒന്നുമില്ല, ഇതിന്. ഇത് ദൈവങ്ങൾ കണ്ണടച്ചോളൂ. തൻ്റെ ഇഷ്ടദൈവങ്ങളല്ലേ. ചെല്ല്. നവീൻ, നവീൻ, എഴുന്നേക്ക് നവീൻ. കണി കാണാനേ ഇങ്ങനെയാ പോവേണ്ടത്. ഞാൻ കൊണ്ടുപോയിക്കോളാം. വാ, എഴുന്നേക്ക്. നടന്നേ.
മോളെ, വിഷുക്കണി ഗംഭീരമായി. എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു. കഥ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. മാണിക്കുഞ്ഞായിരിക്കും അയാൾ കണി കാണാൻ വന്നത്. ഇവന് രാവും പകലൊന്നും ഇല്ലേ? നിർമ്മലേ, നേരെ ഒന്ന് വെളുത്തോട്ടെ, എന്നിട്ട് തുടങ്ങാം. ഗുഡ് മോർണിംഗ് സാർ. ഞാൻ വൈകിയോ? ഇല്ലടോ, ഇത്തവണ താൻ കണി കാണാൻ വന്നത് എന്തായാലും നന്നായി. അതെന്താ സാർ? കണി ഒരുക്കിയത് ഗാഥയാ. താൻ വന്ന് കാണാം. ആഹാ. വാ. എന്റെ സാറേ, പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. ഇതാണ് വിഷുക്കണി. ഗതമടം, ഇത് കണ്ടില്ലെങ്കിൽ നഷ്ടമായി പോയനെ. ശരി ശരി, ഇനി എല്ലാവരും വിഷുക്കൈനീട്ടം വാങ്ങിക്കോളൂ.